Today's Chief Guest, His Excellency T.P. Sitaram, Indian Ambassador to UAE, Mrs. Diva Sitaram, സ്നേഹമുള്ള അച്ഛന്മാര്, മീഡിയ പ്രതിനിധികള്, സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഏറ്റവും അധികം ആത്മാഭിമാനത്തോടെ ഈ ചരിത്ര മുഹൂർത്തത്തിൽ നിങ്ങളുടെ മധ്യയായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. യുഎഇയുടെ പ്രദേശത്ത് ഷാർജയുടെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരം ഒരു ദേശീയതാപ്തി ആഘോഷം ക്രമീകരിച്ചതിന് ഇടവകയും ഇടഭാഗങ്ങളെയും പ്രിയപ്പെട്ട ചോളച്ചനെയും കമ്മിറ്റികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ സഭകളെയും പ്രതിനിധീകരിച്ചുള്ള എല്ലാ ജനങ്ങളോടും വിശ്വാസ സമൂഹത്തോടും വളരെ ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ. വാസ്തവത്തിൽ തൊട്ടു മുമ്പ് നടന്ന വീഡിയോ പ്രദർശനം എന്നിലുണ്ടാക്കിയ ആഘാതം 200 വർഷത്തെ മിഷണറി ചരിത്രത്തിൻ്റെ വളരെ ഭംഗിയായിട്ടുള്ള ആവിഷ്കാരം, മിഷണറിമാരുടെ ജീവിതവും മിഷണറി പ്രവർത്തനങ്ങളും ഓർക്കുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോടും ഏറ്റവും വലിയ നന്ദിയോടും ഈ സമയം നിങ്ങളുടെ മധ്യയായിരിക്കുകയാണ്. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച മിഷണറിമാർ അവരുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടായ പരിവർത്തനങ്ങൾ, അതുമൂലമുണ്ടായ അഭിവൃദ്ധി ചരിത്രത്തിൽ ആർക്കും വിസ്മരിക്കുവാൻ സാധ്യമല്ല. അത് നമ്മളെ പല സന്ദർഭങ്ങളിൽ തെളിയിച്ചു കഴിഞ്ഞു. അതൊന്നും ഇനി തുടർന്ന് ആവർത്തിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പരിമിതമായ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദരണീയനായ അംബാസഡർ ഓർപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയനുസരിച്ച് 2.5 കോടിയധികം ഇന്ത്യൻ ജനവിഭാഗം പാർട്ടുന്നു. എത്രയോ മതവിഭാഗങ്ങൾ, എത്രയോ സഭാവിഭാഗങ്ങൾ ഈ ദേശത്ത് ആരാധിക്കാനും പഠിക്കാനും വളരാനും സമൂലമായിട്ടുള്ള എല്ലാ അഭിവൃദ്ധിക്കും ഈ രാജ്യം ഇടമാകുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വാസ്തവത്തിൽ ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളോടാണ് നാം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത്. അവരുടെ വിശാലതയും അവരുടെ സഹിഷ്ണുതയും അവരുടെ താല്പര്യവും. I also join with the ambassador. It's very grateful to the rulers of this land, their generous attitude and also their support for the various activities of the migrant community. So we, as a church, we are very thankful to all the rulers and the departments for this kind consideration and approval of these things. മിഷണറിമാരുടെ ജീവിതത്തിൽ മതപരമായ കാഴ്ചകൾക്ക് അപ്പുറമായിട്ട് ഒരു സാമൂഹ്യപരമായിട്ടുള്ള കാഴ്ചയുണ്ട്. അതുകൊണ്ട് ഇന്നും നമ്മെ സംബന്ധിച്ച് ഏറ്റവും കരണീയമായിട്ടുള്ളത് ഒരു മനുഷ്യന്റെ, ഒരു സമൂഹത്തിന്റെ സമൃദ്ധമായിട്ടുള്ള വളർച്ചയും വികാസവും. അതിൽ മതം വളരെയധികം ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു ഇസ്ലാമിക് രാജ്യം എന്ന നിലയിൽ ഏറ്റവും വലിയ മത സൗഹൃദവും മത സഹിഷ്ണുതയും മറ്റുള്ള മതങ്ങളോടുള്ള ആദരവും ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും ആവശ്യം.
ഏറ്റവും അധികം സൗഹൃദമായി സന്തോഷമായി സഹോദരി സഹോദരങ്ങളെ പോലെ അംഗീകരിച്ച് ജീവിക്കുവാനായിട്ടുള്ള മുഖാന്തരങ്ങളായിരിക്കണം സഭയും ഇതുപോലുള്ള സമ്മേളനങ്ങളും സംഘടനകളും ഒക്കെ. രാജ്യത്തും ലോകത്തും ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ സമാധാനമാണ്. നമ്മുടെ സമാധാനത്തിൻ്റെ ഉറവിടം ദൈവത്തിലാണെന്നും ആ സമാധാനത്തെ പങ്കിടുന്ന അനുഭവമായിരിക്കണം എല്ലാ ആഘോഷങ്ങളുടെയും ലക്ഷ്യം. 200 വർഷത്തെ ദീർഘമായിട്ടുള്ള യാത്രയിൽ ഈ സഭ ഇന്നും ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിനാണ്, ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്കാണ്. UAE-യിലുള്ള ഷാർജയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതിന് തുല്യമായി മറ്റ് സഭകൾ നിർവഹിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ മനുഷ്യന്റെ ആകമാനമുള്ള വികസനത്തിന് ഇടയാക്കി എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ശതാബ്ദി ആഘോഷം ഇന്ന് ലോകത്തെമ്പാടും നടക്കുമ്പോൾ ഇതിന് സന്ദേശം പകരുന്നു എന്ന് മാത്രമേ ഞാൻ കരുതുന്നു. കോട്ടയം ബിഷപ്പ് എന്ന നിലയിൽ ലോകത്തെമ്പാടും നടക്കുന്ന ഈ ശതാബ്ദിയുടെ ആഘോഷങ്ങൾ, ഒട്ടനവധി പ്രവർത്തനങ്ങൾ വലിയ ഒരു സ്വാധീനം സമൂഹത്തിൽ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ മുൻകരുകളിലും ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ ഈ ആഘോഷങ്ങളൊക്കെ ഇടയാക്കും. ഇവിടെയും ഈ പ്രവർത്തനങ്ങളൊക്കെ അത്തരത്തിൽ പുരോഗമിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബിഷപ്പ് എന്ന നിലയിൽ നവീകരണ മഹായുടെ അഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇത്രയും സമയം നമ്മളോടൊപ്പമായിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ ധന്യനായ വാസത്തോടും കുടുംബത്തോടും നന്ദി പറഞ്ഞു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.